ഇന്നത്തെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയറിലുള്ള 5 സ്റ്റോക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് സൺ ഫാർമ എന്ന് പറയുന്ന സ്റ്റോക്കാണ് നമ്മൾ പറയുന്നത്. സൺ ഫാർമ ഒരു ഹ്യൂജ് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. നമുക്ക് പാറ്റേൺസ് ഡ്രോ ചെയ്യാം. നമുക്ക് റെസിസ്റ്റൻസുകൾ ഡ്രോ ചെയ്ത് നമുക്ക് അതേപോലെ തന്നെ ട്രെൻഡ് ലൈൻ എന്ന് മാർക്ക് ചെയ്യാം. ഒരു റെഡ് കളർ കൊടുത്തേക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കാം. ബ്രേക്ക്ഔട്ട് സോണാണ്. ഇനി നമുക്കത് റൈറ്റ് ചെയ്ത് വെക്കാം. ബ്രേക്ക്ഔട്ട് സോൺ. അതിനുശേഷം നമുക്ക് അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. സപ്പോർട്ട് സോണാണത്. നമുക്ക് നോർമൽ ഇനി നമുക്ക് സപ്പോർട്ട് എത്ര തവണ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ആരോസ് കൊടുക്കാം. ഫാർമ സെക്ടറിലാണ് ഹ്യൂജായിട്ട് ബ്രേക്ക്ഔട്ടുകളും റീടെസ്റ്റ്മെൻറ്റുകളും ഉണ്ടായിട്ടുള്ളത്. അടുത്ത നമുക്ക് ഇതിനകത്ത് ഹ്യൂജ് വോളിയം കൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഹ്യൂജ് വോളിയം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു ഹ്യൂജ് വോളിയം ഉണ്ടായിട്ടുണ്ട്. ടെക്സ്റ്റ് എടുക്കാം. നമുക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് ഹ്യൂജ് വോളിയം, അതിന് നമുക്കൊരു ഗ്രീൻ കളർ കൊടുത്തേക്കാം. ഓക്കെ, സൺഫാർമയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഹ്യൂജ് വോളിയം തന്നെ ഉണ്ടായിട്ടുണ്ട്. സപ്പോർട്ട് സോണിൽ നിന്ന് ഒരു ഹ്യൂജ് വോളിയം ഒറ്റ ക്യാൻഡിലാണ് ബ്രേക്ക്ഔട്ട് ആയത്. ഓക്കെ, ഒരു ഹ്യൂജ് മൊമെൻ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത സ്റ്റോക്കാണ് അപ്പോളോ. നമുക്ക് അപ്പോളോ എടുക്കാം. അപ്പോളോ ഹോസ്പിറ്റൽ സ്റ്റോക്കാണ്. 8,000 ആണ് കറണ്ട് പ്രൈസ്. അപ്പോളോ ഹോസ്പിറ്റൽ 1 ഡേ ടൈം ഫ്രെയിമാണ്. ഇതിനകത്ത് കാണാൻ പോകുന്ന ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക്ഔട്ട് പാറ്റേൺ ആണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കപ്പും ഹാൻഡിലും നമുക്ക് കാണാം. ബ്രേക്ക്ഔട്ട്സ് നമുക്ക് കൃത്യമായിട്ട് കാണാം. നമുക്ക് എഴുതി വെക്കാം കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക്ഔട്ട് പാറ്റേൺ. ഓക്കെ, അതിനുശേഷം നമുക്കത് ഡ്രോ ചെയ്യാം. അതിൻ്റെ ടോപ്പ് ബ്രേക്ക്ഔട്ടായ റെസിസ്റ്റൻസ് പോയിൻ്റ്. അതിനുശേഷം നമുക്ക് കപ്പ് വെക്കാം. നമുക്ക് റെസിസ്റ്റൻസ് ഇച്ചിരി കൂടി താഴോട്ട് വെക്കേണ്ടി വരും. ഓക്കെ, അടുത്ത നമുക്ക് കപ്പ് നമ്മൾ വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഹാൻഡിൽ കീപ്പ് ചെയ്യാം. ഹാൻഡിൽ ആ ഒരു റേഞ്ചാണ് നമുക്ക് ഹാൻഡിലായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ഒരു ഹ്യൂജ് ബ്രേക്ക്ഔട്ട് ഉണ്ടായി. കപ്പ് ഹാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തു. നമുക്കിനി ബ്രേക്ക്ഔട്ട് മാർക്ക് ചെയ്യാം. ഒരു സർക്കിൾ കൊടുക്കാം നമുക്ക്. ബ്രേക്ക്ഔട്ട്. അതിനുശേഷം നമുക്കൊരു സർക്കിൾ കൊടുത്തേക്കാം. ഓക്കെ, ദെൻ നമുക്ക് ടാർജറ്റും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് കപ്പ് സ്ട്രെച്ച് ആയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, എപ്പോഴും നമ്മൾ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ബ്രേക്ക്ഔട്ടിന് ടാർജറ്റ് നമുക്ക് ഈ ഒരു മെത്തേഡ് കീപ്പ് ചെയ്യാൻ പറ്റും. കപ്പിൽ നിന്ന് ഹയസ്റ്റിലേക്ക് എത്ര പെർസെൻറ്റേജ് ആണോ അത് നമുക്ക് ടാർജറ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന 3% ആണ് കേട്ടോ. നമ്മളെ സ്റ്റോപ്പ് ലോസും വെച്ചിരിക്കുന്നത് 11% നമ്മുടെ ടാർജറ്റ്. ആൾമോസ്റ്റ് 11% ടാർജറ്റ് വെച്ച് 3% നമുക്ക് ലോസ്. ഒരു 1:3 മുകളിൽ വരുന്നുണ്ട്. 1:3 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 3% ലോസ് എന്ന് പറയുമ്പോൾ 9 വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ പാറ്റേൺസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കതൊരു ബ്ലൂ കളർ കൊടുത്തേക്കാം. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഗ്രാനി മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ടെലിഗ്രാമിൽ. അടുത്ത ഡിവിസ് ലാബ് എടുക്കാം നമുക്ക്. ഡിവിസ് ലാബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 1 ഡേ ടൈം ഫ്രെയിം അല്ലെങ്കിൽ 1 വീക്ക് ടൈം ഫ്രെയിം തന്നെ ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടാണ് ഉണ്ടായിരിക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ, ഒരു പെർഫെക്റ്റ് ഗ്രീൻ ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക്ഡ് ആയിട്ടുണ്ട് വീക്ക്ലി. ഈ ഒരു വീക്ക് എൻഡ് ആവാൻ പോവാണ്. നാളെ മുതൽ മൺഡേ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട്. ഇതൊരു ബ്രേക്ക്ഔട്ട്. ബ്രേക്ക്ഔട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു.
നമുക്കതിനകത്ത് കാണാൻ പറ്റിയൊരു ഹ്യൂജ് അപ് ട്രെൻഡ് തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ് നമ്മൾ ഡിവിസ് ലാബിൽ നമുക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ആ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആവുന്നതിന് മുമ്പുള്ള പ്രീവിയസ് ക്യാൻഡിൽസുകൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കതിനകത്ത് ഒരു ബുള്ളിഷ് ആരോ കൊടുത്തേക്കാം. ഒരു കണ്ടിന്യൂസ് അപ് ട്രെൻഡ് റാലി തന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായത്. നമുക്ക് ആ ഒരു റേഞ്ചിൽ റീടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കാം. പ്രോഫിറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും കൂടി നമുക്കതിനകത്ത് നോക്കാം. ഇതിനകത്ത് നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത് 16% ടാർഗറ്റും 5% ലോസുമാണ്. ഓക്കെ, ആൾമോസ്റ്റ് ഒരു 1:3 നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ഡിവിസ് ലാബിൽ ടാർഗറ്റായിട്ട്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഗ്രാനി മാർക്കറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് പോയാൽ മതി. അതിനകത്ത് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ മാർക്കറ്റിൽ നടക്കുന്ന ഇവൻറ്റ്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രാനി മാർക്കറ്റിൽ. നമ്മുടെ ഡിവിസ് ലാബ്. അടുത്ത നമ്മുടെ ഗ്ലെൻമാർക്ക് ഫാർമയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഒരു റെസിസ്റ്റൻറ്റ് സോൺ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് പോയിന്റിൽ നിൽക്കുവാണ് ഗ്ലെൻമാർക്ക് ഫാർമ. ഗ്ലെൻമാർക്ക് ഫാർമ 1 day ടൈം ഫ്രെയിമാണ്. നമുക്ക് റെസിസ്റ്റൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് ആ റെസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വരയ്ക്കാം ആദ്യം. എപ്പോഴും നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു സപ്പോർട്ട് സോൺ ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ കൃത്യമായിട്ടൊരു ഒരു ഹ്യൂജ് ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നു, ഒരു റേഞ്ചിൽ ബ്രേക്ക് ഔട്ട് തന്നു, അതിനുശേഷം ഒരു അപ് ട്രെൻഡിലേക്ക് പോയി, അതിനുശേഷം ഒരു പുൾ ബാക്ക് തന്ന റെസിസ്റ്റൻസ് സോണിൽ കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അടയാളപ്പെടുത്താം അവിടെ. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, പിന്നെ അതൊരു അപ് ട്രെൻഡിലേക്ക് പോയി, പിന്നെ അതിനെ ഒരു സപ്പോർട്ടും ആവും, അപ്പുറത്തെ പോയിൻ്റ് റെസിസ്റ്റൻസും ആവും. ഓക്കെ, റെസിസ്റ്റൻസ് ബ്രേക്കായി സപ്പോർട്ടായി. ഇപ്പോൾ ഒരു ഹാമർ ക്യാൻഡിൽ പോലൊരു ക്യാൻഡിൽ പാറ്റേൺ ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഗ്ലെൻമാർക്കിൽ. അടുത്ത നമുക്ക് എഴുതാം റീടെസ്റ്റ് സോൺ. ഇത് റീടെസ്റ്റ് സോൺ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അതിന് താഴെ നമ്മൾ നോക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ ഈ താഴെ നോക്കുന്ന സമയത്ത് നമുക്കവിടെ റെസിസ്റ്റൻസ് ബ്രേക്കായി ശേഷം ഒരു അപ് ട്രെൻഡ് തന്നത് നമുക്ക് കാണാൻ പറ്റും. വോളിയം ബിൽഡപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഒരു റെസിസ്റ്റൻസ് ബ്രേക്കായ പോയിൻ്റ്. നമുക്കത് അടയാളപ്പെടുത്താൻ മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിൻ്റ് ഒരു റെസിസ്റ്റൻസ് വന്നു, ഒരു ബ്രേക്ക് ഔട്ട് നടത്തി, ഒരു അപ് ട്രെൻഡിലേക്ക് പോയി. നമുക്കത് എത്ര ശതമാനം പോയിട്ടുള്ളത് നോക്കാം. അതായത് പെർസെൻറ്റേജ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ആൾമോസ്റ്റ് ഒരു 9 to 10% മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കും അതേ പെർസെൻറ്റേജ് തന്നെ ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാം. ഒരു 9% ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്ത് 3% നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഓക്കെ, ആ ഒരു എൻട്രി പോയിന്റിൽ നിന്ന് നമ്മൾ ടാർഗറ്റായിട്ട് 2563 സ്റ്റോപ്പ് ലോസ് ആയിട്ട് 270 വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഗ്ലെൻമാർക്കിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അടുത്ത നമുക്ക് ലൂപ്പിൻ നോക്കുവാണെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടിലുള്ള സാധ്യത കൂടുതലാണ് ലൂപ്പിനകത്ത്. നമുക്ക് ലൂപ്പിൻ ഒരു 1 week ടൈം ഫ്രെയിമാണ്. നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് ആദ്യം നമ്മുടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഒരു അപ് ട്രെൻഡ് ആദ്യം കിട്ടി. അതിന് അപ് ട്രെൻഡ് അതിന് ശേഷം നമുക്കത് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഒരു ബ്ലൂ കളർ കൊടുത്തേക്കാം. അവിടെ നമുക്ക് ഗ്രീൻ കൊടുത്തിട്ട് അവിടെ നമുക്ക് ബ്ലൂ കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നോക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്
ഇത് ബ്രേക്ക് ഔട്ട് സോണാണ്. ബ്രേക്ക് ഔട്ട് ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഞാൻ റേഞ്ച് നോക്കുകയാണെങ്കിൽ അത് റേഞ്ചിൽ നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. എസ്പെഷ്യലി ഹെൽത്ത് കെയർ സെക്ടറുകളെല്ലാം ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലൂപ്പിൻ സ്റ്റോക്ക് നല്ലൊരു ഹ്യൂജ് ബ്രേക്ക് ഔട്ട് തരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ടൈറ്റ് റേഞ്ച് ബ്രേക്ക് ഔട്ടാണ് അവിടെ ഉണ്ടായത്. അവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഹാപ്പൻ ആവാൻ സാധ്യതയുണ്ട്. ആൾമോസ്റ്റ് നമുക്ക് നേരത്തെയുള്ള പ്രീവിയസ് ബ്രേക്ക് ഔട്ടിൽ എത്ര പെർസെൻറ്റേജോളം റിട്ടേൺ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ആ ഒരു പെർസെൻറ്റേജ് തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാം.